ഇത് നമുക്ക് ഈന്തപ്പഴം ബനാന ബോൾ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം വേണം. ഏത്തപ്പഴം എടുക്കുമ്പോൾ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടെടുക്കണം. പിന്നെ വേണ്ടത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തേക്കണ ഏത്തപ്പഴവും അരച്ചെടുത്തേക്കണ ഈന്തപ്പഴവും പിന്നെ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങയും വേണം, കാഷ്നട്ടും വേണം, ഏലക്കായയുടെ പൊടിയും വേണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയും വേണം, ബ്രെഡ് ക്രംസും വേണം. സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണ പോലെ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഈന്തപ്പഴം ബനാന ബോള് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കണം ഈ മൈദപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബനാന ഡേറ്റ്സ് ബോളാക്കാന്ന്. ഇത് ഈത്തപ്പഴം ബനാന ബോളാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പഴം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാനിവിടെ 100 ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഈന്തപ്പഴം മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈന്തപ്പഴം ചില ഈന്തപ്പഴമൊക്കെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴം പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആവിയിൽ വെച്ചിട്ട് ഈ ഈന്തപ്പഴവും ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഗോതമ്പ് പൊടി വേണം. പിന്നെ അതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ട് വേണം. കാഷ്നട്ട് ഞാനിതിലേക്ക് 1.5 പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഇതേപോലത്തെ പൊടിയായിട്ടുള്ള കാഷ്നട്ടാണ് എടുത്തേക്കുന്നത്. മുഴുവനായിട്ടുള്ള കാഷ്നട്ടാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. പിന്നെ ഏലക്കായയുടെ പൊടി വേണം. ഈ തേങ്ങയുടെ മിക്സിങ്ങിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കണില്ല. കാരണം ഈ പഴത്തിനും ഡേറ്റ്സിനും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ്ങിനും മധുരം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈന്തപ്പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഈന്തപ്പഴം അരച്ചെടുത്തത് ചേർക്കുക. ഇതിലേക്ക് പുഴുങ്ങിയെടുത്തേക്കണ പഴം ചേർക്കുക. ഇത് രണ്ടും കൂടിയിട്ട് ഏറ്റവും നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ചില ഏത്തപ്പഴം പുഴുങ്ങിയെടുത്താലും ആ പഴത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്ലപ്പ് പോലെ ഉണ്ടാവും. അങ്ങനത്തെ പഴം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ പഴവും ഈന്തപ്പഴവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം. പക്ഷേ ഗോതമ്പ് പൊടിക്കാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് കുഴച്ചിട്ട് എടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പിടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഏലക്കായയുടെ പൊടി ചേർക്കുക. ഏലക്കായയുടെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. കാഷ്നട്ട് ചേർക്കുക. ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഫില്ലിങ്ങിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കുക. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഏകദേശം കുറച്ച് മൈദപ്പൊടി എടുക്കുക. ഇനി ഇത് കുറച്ച് നല്ല വെള്ളം പോലെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയും ഇതേപോലെ തന്നെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ മൈദപ്പൊടിക്ക് പകരം മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ടയും ഉപയോഗിക്കാം. അപ്പം അത് വെജിറ്റേറിയൻകാർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൈദപ്പൊടി മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട മിക്സ് ചെയ്യുക. അപ്പോൾ മൈദപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദപ്പൊടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിൽ നിന്ന് ഓരോ ബോളാക്കിയിട്ടെടുക്കുക. ഒരുപാട് ചെറിയ ബോളല്ല, കുറച്ച് വലിയ ബോളാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈമ കുറച്ച് ഓയിലും തേച്ച് കൊടുക്കുക. ഇതിനകത്തുനിന്ന് കുറേശ്ശെ എടുക്കുക.
ഒരുപാട് ചെറുത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പരത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ കുറച്ച് വലിയ ബോൾ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തുക. കുറച്ച് വലുതാക്കിയിട്ട് പരത്തണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കുറച്ച് വലിയ ബോളാക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങയുടെ ഫില്ലിങ് വയ്ക്കുക. തേങ്ങയുടെ ഫില്ലിങ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക. ഇതിങ്ങനെ ഓരോ സൈഡിൽ നിന്നും ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പാക്കാം. ഇതേപോലെ കിട്ടും. ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാനും ഫില്ല് ചെയ്തിട്ടെടുക്കാം. എല്ലാനും ഞാനിവിടെ ഇതേപോലെ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ടോട്ടൽ 6 ബോളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ എടുത്തേക്കണ ആ മെഷർമെൻറ്റിൽ ഇതേപോലത്തെ 6 വലിയ ബോളാക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ഏറ്റവും ആദ്യം നമ്മൾ ആ മൈദപ്പൊടി മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ വെള്ളത്തിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റോൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ആ ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. ഈ ബ്രെഡ് ക്രംസ് ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറേ നാൾ കേടാവാതിരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം വരെയൊക്കെ കേടാവാതിരിക്കും. പുറത്ത് വെച്ചിരുന്നാലും പെട്ടെന്നൊന്നും കേടാവില്ല. ഇതിനകത്ത് വെള്ളം നനവൊന്നുമില്ലല്ലോ, അത് കേടാവാതിരിക്കും. ഒരു ബോൾ എടുക്കുക. ഇത് ഈ മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഇത് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റോൾ ചെയ്യുക. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓയിലിലേക്ക് ഇടാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ എന്ത് വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഓയിൽ നന്നായിട്ട് ചൂടാവണം. ഇത് 2 സൈഡും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ബനാന ഡേറ്റ്സ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. പിന്നെ എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പഴം പുഴുങ്ങിയെടുക്കുമ്പോൾ പഴം ഭയങ്കര വെള്ളം പോലെ ഇരിക്കണം, ചില സമയത്ത് പുഴുങ്ങിയെടുക്കുമ്പോൾ പഴം ശരിക്കും നന്നായിട്ട് പുഴുങ്ങി കിട്ടുന്നു. അപ്പോൾ അതാ പഴം വെള്ളം പോലെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പഴം പഴുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ആ തൊണ്ടിനൊക്കെ ഒരു കറുത്ത കളർ വീഴുമല്ലോ, അങ്ങനത്തെ പഴം എടുത്ത് നമ്മൾ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഴം പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളം പോലെ ഭയങ്കര കുഴഞ്ഞ പോലെ ഇരിക്കും. അത് പഴത്തിന് പഴുപ്പ് കൂടിയിട്ടാണ് അത് അതേപോലെ വെള്ളം കയറിയ പോലെ വരുന്നത്. പിന്നെ പഴമൊക്കെ എപ്പോഴും പുഴുങ്ങിയെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാണ്ട് നമ്മൾ അപ്പച്ചപ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പഴം പുഴുങ്ങിയത് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്. ഇതിന് പറഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്യുക.